ഹൈക്കോടതി സത്യപ്രതിജ്ഞ സാധുവാക്കിയ തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൌൺസിലർമാർ ഇന്ന് തന്നെ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യും. 19 കൌൺസിലർമാരാണ് അല്പസമയത്തിനകം സത്യപ്രതിജ്ഞ ചെയ്യുക. ജയിലിലുള്ള സുഗതന്റെ കാര്യത്തിൽ സമയം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കാനാണ് തീരുമാനം. അലക്സ് റാം മുഹമ്മദ് വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. അലക്സ്, രാവിലെയാണ് ഹൈക്കോടതി വിധി വന്നത്. തൊട്ടു പിന്നാലെ വീണ്ടും സത്യപ്രതിജ്ഞയ്ക്ക് ഒരുങ്ങുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ, അലക്സ്? ഉന്മേഷ ശരവേഗത്തിൽ ആ തീരുമാനം കൈക്കൊള്ളുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു, BJP ഭരണസമിതിയെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമാണ് ഇന്ന് ഹൈക്കോടതിയിൽ നിന്ന് വന്ന ഈ വിധി. നേരത്തെ സൂചിപ്പിച്ചതുപോലെ SP ദീപക്കാണ്, അത് പ്രതിപക്ഷാംഗമായ SP ദീപക്കാണ് ഇതുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയിൽ പരാതി നൽകിയത്. അതിലാണ് ഇന്ന് വിധി വന്നത്. അതായത് 20 കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ അസാധുവെന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു. 4 ആഴ്ചയ്ക്കകം അവർ പുനർപ്രതിജ്ഞ ചെയ്യണമെന്നുള്ളതാണ് ഹൈക്കോടതി വിധി. പക്ഷേ സമയം കളയാതെ തന്നെ ഇന്ന് ആ സത്യപ്രതിജ്ഞ ചടങ്ങ് തീരുമാനിച്ചിരിക്കുന്നു, പുനർപ്രതിജ്ഞാ ചടങ്ങ് തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദൈവങ്ങളുടെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്ത കൗൺസിലർമാരാണ് 19 കൗൺസിലർമാരാണ് ഈ ദൃശ്യങ്ങളിലുള്ളത്. അവരുടെ സത്യപ്രതിജ്ഞയാണ് ഈ വിവാദമായതും കോടതി കയറിയതും. ഇന്ന് തന്നെ ആ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടത്തുന്നു. അതിൽ സുഗതന്റെ സത്യപ്രതിജ്ഞ ഇന്നുണ്ടാകില്ല. കാരണം വിയ്യൂർ സെൻട്രൽ ജയിലിലാണ് സുഗതനുള്ളത്. കാപ്പ കേസിൽ അദ്ദേഹം ജയിൽ ശിക്ഷ അനുഭവിക്കുകയാണ്. അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞ അത് പിന്നീടായിരിക്കും. കാരണം അതിലൊരു സാങ്കേതികമായി കോടതിയെ സമീപിക്കാനാണ് ഇപ്പോൾ BJP ഭരണസമിതി തീരുമാനിച്ചിരിക്കുന്നത്. അതായത് നിലവിൽ ഏറ്റവും പെട്ടെന്ന് തന്നെ 19 അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുക, സുഗതന്റെ കാര്യത്തിൽ സമയം നീട്ടി നൽകി കോടതിയോട് അനുവാദം ചോദിക്കുക എന്നുള്ളതാണ് നിലവിൽ ഭരണസമിതി തീരുമാനിച്ചിരിക്കുന്ന കാര്യം. മേയർ എന്ന ഈ കൗൺസിലർമാർക്ക് അല്ലെങ്കിൽ അവരുടെ പുതിയ സത്യപ്രതിജ്ഞാ ചടങ്ങിന് സത്യവാചകം ചൊല്ലിക്കൊടുക്കും. ഈ കോൺഫറൻസ് ഹാളിലാണ് 4:30 മണിക്ക് സത്യപ്രതിജ്ഞ നടക്കുന്നത്. ആക്കുളം കൗൺസിലറുണ്ട്. ആക്കുളം കൗൺസിലറും സമാനമായി തന്നെ ദൈവനാമത്തിലും ബലിദാനികളുടെ നാമത്തിലുമാണ് സത്യപ്രതിജ്ഞ. ആ ഒരു സമയത്തിൽ വൈകാരികമായി പെട്ടെന്ന് ചെയ്താണോ ആലോചിച്ച് ബഹുമാനപ്പെട്ട കോടതി വിധിയെ മാനിക്കുന്നു. കടകംപള്ളി കൗൺസിലറുണ്ട്. അങ്ങനെയാണോ? അത് തീർച്ചയായിട്ടും കോടതി വിധിയെ മാനിക്കുന്നു. ആ സമയത്ത് ഈ നിയമം ചട്ടം അറിയാത്തത് കൊണ്ടാണോ? ചട്ടം അറിയാം. എന്നാലും നമ്മളൊരു ഹിന്ദു വിശ്വാസികളായിട്ട് സംസാരിച്ചു, അത്രേ ഉള്ളൂ. ബാക്കി അതാണ്, അതായത് കോടതി വിധി മാനിക്കുന്നു എന്നാണ് കൗൺസിലർമാർ പറയുന്നത്. ചട്ടം അറിയാം, അത് മുനിസിപ്പൽ ചട്ടവും ഈ സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുന്നതുമായി ബന്ധപ്പെട്ട ചട്ടമൊക്കെ അറിയാം. പക്ഷെ ആ സമയത്ത് നമുക്കറിയാം BJP അത്ര കണ്ട്, അതായത് വർഷങ്ങൾ നീണ്ട പോരാട്ടത്തിന് ശേഷം അധികാരം പിടിച്ച ഒരു ഭരണസമിതിയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഭരണസമിതി. അതുകൊണ്ട് സ്വാഭാവികമായി അത്തരം വൈകാരികമായ ഇടങ്ങൾ കൂടി അവർ സത്യപ്രതിജ്ഞ ചടങ്ങിൽ ഉൾപ്പെടുത്തിയതെന്നാണ് കൗൺസിലർമാർ വിശദീകരിക്കുന്നത്. എന്താണെങ്കിലും സത്യപ്രതിജ്ഞ വീണ്ടും ഒന്നുകൂടി സത്യപ്രതിജ്ഞ ചെയ്യേണ്ടി വരും. ഒരു പുനർപ്രതിജ്ഞ കൂടി നടത്തേണ്ടി വരും. 19 കൗൺസിലർമാരും നഗരസഭ കോൺഫറൻസ് ഹാളിൽ എത്തിയിട്ടുണ്ട്. മേയർ 4:30 മണിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കും. ഇതിൽ ഏറ്റവും സുപ്രധാനമായ കാര്യം സുഗതന്റെ കാര്യമാണ്. നമുക്കറിയാവുന്ന പോലെ 50 വാർഡുകളാണ് BJP ഈ നഗരസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പിടിച്ചത്. അതിനുശേഷം കേവല ഭൂരിപക്ഷം നേടുന്നതിന് വേണ്ടി ഒരു സ്വതന്ത്രന്റെ കൂടി, പാറ്റൂർ രാധാകൃഷ്ണന്റെ കൂടി പിന്തുണയോട് കൂടിയാണ് BJP ഭരണം ഉറപ്പിച്ചിരിക്കുന്നത്. സ്വാഭാവികമായി അതിനകത്ത് ഒരു കൗൺസിലർ സത്യപ്രതിജ്ഞ ചെയ്യാതെ മാറി നിന്നാൽ അത് BJPയുടെ ഭരണം തന്നെ തുലാസിലാക്കുന്ന നടപടിയിലേക്ക് പോകും. 29-ന് കൗൺസിൽ നിശ്ചയിച്ചിട്ടുണ്ട്. അങ്ങനെ 29-ന് ഈ സത്യപ്രതിജ്ഞ നേരത്തെ നടക്കുന്നതിന് മുമ്പ് കൗൺസിൽ ചേരാൻ തീരുമാനിച്ചാൽ സ്വാഭാവികമായി പ്രതിപക്ഷം അവിശ്വാസം കൊണ്ടുവരും. അങ്ങനെയെങ്കിൽ അത് BJP ഭരണസമിതിയെ സംബന്ധിച്ച് അത് തുലാസിലാകുന്ന ഒരു നടപടിയിലേക്ക് നീങ്ങും. മേയർ നേരത്തെ വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു. അങ്ങനെ ഒരു പ്രശ്നമില്ല. കോടതി വിധി കോടതിയിലേക്ക് പോയി അനുകൂലമായ തീരുമാനം ഉണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അതല്ല എങ്കിൽ മറ്റൊരു പ്ലാൻ B, ഭരണം ഉറപ്പിക്കുന്നതിനോട് ഒരു പ്ലാൻ B BJPയുടെ പക്കലുണ്ട് എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. പക്ഷെ അതിനുള്ള ഒരു സമയം ഇതിനോടകം ഇല്ല. അത്തരത്തിലൊരു റിസ്ക് എടുക്കാൻ എന്താണെങ്കിലും പാർട്ടി തയ്യാറല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പുനഃപ്രതിജ്ഞ തീരുമാനിക്കുന്നത്. 4:30 മണിക്ക് ഈ 19 അംഗങ്ങളും വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യും. ഈ കോൺഫറൻസ് ഹാളിലായിരിക്കും സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുക. മേയർ VV രാജേഷ് അവർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കും. ശരി അലക്സ്, 4:30 വീണ്ടും BJP കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ നടക്കുന്നു. 19 പേരുടെ രാവിലെ ഹൈക്കോടതി ഇവരുടെ സത്യപ്രതിജ്ഞ അസാധുവാക്കിയിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇന്ന് തന്നെ സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള നടപടിയിലേക്ക് കടക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.